ഇ.പി. ജയരാജൻ കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ഇ.പി. പുഷ്പൻ എന്ന ആ മഹാവിപ്ലവകാരി നിലച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കേണ്ടത്? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നഷ്ടം കേരളം അനുഭവിക്കുന്നത്? ഊർജ്ജസ്വലനായൊരു പ്രവർത്തനങ്ങൾക്ക് നിറഞ്ഞുമെന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പോരാളിയായിരുന്നു. സമരമുഖങ്ങളിലും സേവന രംഗങ്ങളിലും സംഘാടനത്തിലുമെല്ലാം മികച്ച കഴിവ് തെളിയിച്ചൊരു സഖാവായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കൂത്തുപറമ്പിൽ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സമരത്തിൽ UDF ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി നടന്ന പോരാട്ടത്തിൽ പങ്കെടുത്തത്. ആ സമരമുഖത്ത് വെച്ച് ഭീകരമായ പോലീസ് ലാത്തിച്ചാർജ് വെടിവെപ്പ് നടന്നു. ആ വെടിവെപ്പിൽ ധീരരായ 5 സഖാക്കൾ അവിടെ പടഞ്ഞു വെച്ചു. സഖാ പുഷ്പന് കഴുത്തിന് താഴെ വെടിയേറ്റു. ആ വെടിയേറ്റ നാള് മുതൽ കഴിഞ്ഞ 30 വർഷക്കാലമായി ഒരേ കിടപ്പിലാണ്. കഴുത്തിന് താഴെ ചലനമറ്റെങ്കിലും ബുദ്ധിശക്തി, സംസാരശേഷിയും കാഴ്ചയും ഉണ്ടായിരുന്നു. 30 വർഷക്കാലമായി രാഷ്ട്രീയം നിരീക്ഷിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിച്ച പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് പാർട്ടിയുടെ ആ ഉത്തമനായ സഖാവ് ഉയർന്നു നിൽക്കുകയായിരുന്നു. ലോക ചരിത്രത്തിൽ 30 വർഷക്കാലം ജീവിച്ചുകൊണ്ട് രക്തസാക്ഷിയായിക്കൊണ്ട് മരിച്ച സഖാക്കളെ ആളുകളെ കണ്ടെത്താൻ സാധിക്കില്ല. 30 വർഷക്കാലം തളർന്നു കിടന്ന് രാഷ്ട്രീയം മനസ്സിലാക്കിയും പറഞ്ഞും വരുന്നവരോട് സംസാരിച്ചും രാഷ്ട്രീയ പ്രവർത്തനം നമ്മെ വിട്ടുപിരിയുകയായിരുന്നു സഖാവ് പുഷ്പൻ. സഖാവ് കരുത്തും ആ നിശ്ചയദാർഢ്യവും എന്നും എല്ലാ സഖാക്കൾക്കും ഒരു പ്രചോദനമായിരിക്കും. കൂത്തുപറമ്പിലെ സമരനായകൻ 30 കാലം നാടിന്റെ ശക്തിയും കരുത്തുമായിരുന്നു. യുവജന പ്രസ്ഥാനത്തിന് അദ്ദേഹം വലിയൊരു പ്രതീക്ഷയും കരുത്തും ആവേശവുമായിരുന്നു. ആ സഖാവ് പുഷ്പന്റെ വേർപാട് വിപ്ലവ പ്രസ്ഥാനത്തിന്, യുവജന പ്രസ്ഥാനത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ്. ആ കരുത്തും ശക്തിയും ആവാഹിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി സഖാക്കളെ മുന്നോട്ട് പോവുക. സഖാ പുഷ്പന്റെ ഊർജ്ജസ്വലമായ ആ പെരുമാറ്റവും ശബ്ദവും ആ നിശ്ചയദാർഢ്യവും നമ്മുടെ സഖാക്കൾക്ക് കരുത്തും ശക്തി നൽകട്ടെ. നമ്മളിൽ നിന്ന് വേറിട്ട് പോയ ഉത്തമനായ ആ സഖാവിന്റെ വേർപാടിൽ ഞാൻ അങ്ങേറ്റം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സഹോദരനും പിതാവുമെല്ലാം മരിച്ചത് കിടക്കയിൽ നിന്ന് നോക്കിക്കണ്ട് വേദന ഒതുക്കി ആ വിപ്ലവകാരി ജീവിക്കുകയായിരുന്നു. ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു ധീരനായ പോരാളി, കണ്ണൂരിന്റെ അഭിമാനം, കേരളത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ അഭിമാനം. അതാണ് പുഷ്പൻ. ആ പുഷ്പൻ നമ്മെ വിട്ടുപിരിഞ്ഞു.